മെഗനാസിൻ്റെയും സഫയുടെ ഇഷ്യൂ ഇതേ കണക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് സഫയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കുണ്ടായി കുറച്ച് കാര്യങ്ങൾ ഇല്ലാതെ പറഞ്ഞ രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഈ സാധാരണ രീതിയിൽ ഇതേ കണക്ക് കപ്പിൾസിൻ്റെ ഇടയിൽ അടിയുണ്ടായി കഴിഞ്ഞാൽ ഇതേ കണക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കുറച്ച് കൂട്ടി പറയുന്ന രീതിയിൽ നമുക്ക് തോന്നാറുണ്ട്. അതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സഫ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതേ കണക്ക് ഈ അടി ഉണ്ടാകാൻ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ കുട്ടി ഉണ്ടായത് കൊണ്ട് തന്നെ ഇതേ കണക്ക് ഉണ്ടെങ്കിൽ എപ്പോഴും മെഗനാസും സഫയും പറയാറുണ്ട് ഇതേ കണക്ക് ചീത്തയൊന്നും വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടി ഇത് കേട്ടിട്ട് വിളിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മെഗനാസിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്ന സമയത്ത് എന്തോ ഒരു ചീത്ത വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു മെഗനാസ് കൂട്ടുകാരനെ. ഉടനെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് സഫ എന്ന് പറയുന്നുണ്ട് ഇതേ കണക്ക് ചീത്ത വിളിക്കാൻ പാടില്ല, കുട്ടി ഇത് കേട്ട് കഴിഞ്ഞാൽ ഇതേ കണക്ക് പന്നലായി പോതില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനെ തുടർന്നാണ് പിന്നെ അടിയാവുന്നത്. പിന്നെ ഉണ്ടെങ്കിൽ സഫയുണ്ടെങ്കിൽ മെഗനാസ് ഭയങ്കര ക്രൂരമായിട്ട് അടിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു സഫ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് താനുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതല്ലാതെ വേറെ ഒന്നും അല്ലെന്നുള്ള രീതിയിലായിരുന്നു ഇത് കണക്ക് സഫ പറഞ്ഞിരുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കണക്ക് മെഗനാസ് ഇത് കണക്ക് വേറെ എന്തെങ്കിലും ന്യായമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ഇത് കണക്ക് സോഷ്യൽ മീഡിയ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ 100% നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് പേര് ഇത് കണക്കത്തുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. യഥാർത്ഥ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഒരേ സൈഡിൽ ഒരാൾ ഇത്തിരി കൂട്ടി പറയുക, അല്ലെങ്കിൽ വേറെ സൈഡിൽ വേറൊരാൾ ഇത്തിരി കൂട്ടി പറയുക, അങ്ങനെ തന്നെ ആയിരിക്കും വളരെയധികം സാധ്യത ഇങ്ങനെ വരാനുള്ളത്. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.